നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവിൽ നികേഷിനെ കൊണ്ട് ഒരു വിധത്തിൽ സുധീഷ് ഹരീഷും ഒക്കെ സമ്മതിപ്പിക്കുകയാണ് സുഭാഷിന്റെ വിവാഹക്കാര്യം. കാരണം സുഭാഷ് കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കുന്ന നികേഷിനാണ് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ നികേഷിനോട് പറഞ്ഞു, അതെ സുഭാഷയുടെ നല്ലൊരു ജീവിതം വേണ്ടേ? എത്ര നാളെന്ന് വെച്ചാൽ സുഭാഷേട്ടൻ ഇങ്ങനെ കഴിയുന്നത്? വയസ്സ് 10-32 നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം സുഭാഷേട്ടൻ കഷ്ടപ്പെട്ടെ. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കരുത്. സുഭാഷേട്ടനൊരു ജീവിതം വേണം, കുടുംബം വേണം, കുട്ടികൾ വേണം. ആ സമയത്ത് നമ്മൾ പിന്നോട്ട് വലിച്ചാൽ എങ്ങനെ ശരിയാവുന്നേ? ഇപ്പം നല്ലൊരു ആലോചനയല്ലേ വന്നിരിക്കുന്നത്. കവിതയുടെ വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു. കവിത സുഭാഷേട്ടനും കൂടെ ഒന്നാവുകയാണെങ്കിൽ സുഭാഷേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുമല്ലോ. ഈ വീട്ടിലേക്ക് വരാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. തൊട്ടടുത്ത് തന്നെ ഒരു വാടക വീട്ടിൽ കഴിയട്ടടാ, നീ ഇങ്ങനെ വിഷമിക്കില്ലെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ നികേഷ് സമ്മതിക്കണം. ശരി, എനിക്ക് സമ്മതമാണ്, സുഭാഷേട്ടൻ്റെ നന്മയെ കരുതിയിട്ടല്ലേ. പക്ഷെ അങ്ങനെ പറഞ്ഞാലും നികേഷിൻ്റെ നെഞ്ചു പെടയുക. സുഭാഷേട്ടനെ കാണാതിരിക്കാൻ നികേഷിന് പറ്റില്ല. ഒരു അമ്മയുടെ അച്ഛൻ്റെയൊക്കെ സ്നേഹം തന്നെ വളർത്തിക്കൊണ്ട് വന്നേ സുഭാഷേട്ടനാണ്. ഏറ്റവും കൂടുതൽ സുഭാഷിനോട് അറ്റാച്ച്മെൻ്റുള്ള ആൾ നികേഷാണ്. കാരണം കുഞ്ഞുനാൾ മുതൽ നികേഷിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നികേഷിനെ വളർത്തിക്കൊണ്ട് വന്ന ആൾ സുഭാഷാണല്ലോ. അപ്പോൾ ആ ഒരു സ്നേഹവും പരിചരണവും കരുതലും എല്ലാം സുഭാഷിനോട് തിരികെ നികേഷിനും ഉണ്ട്. ഒടുവിൽ അങ്ങനെ നികേഷ് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോഴേക്കും നിധി പറഞ്ഞൊരു കാര്യം ചെയ്യുക, പെൺവീട്ടുകാരെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറ, ഇവിടെ നമുക്കെല്ലാവർക്കും സമ്മതമാണെന്ന് പറ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് എന്ത് ചെയ്തു, കവിതയുടെ ഫോണിലേക്ക് വിളിക്കാൻ തുടങ്ങുകയാണ്. ആ സമയം നിധി ചോദിച്ചു, ഇതെന്താ പെണ്ണിനെ വിളിക്കാൻ വേണ്ടി തുടങ്ങുകയാണെന്ന് ചോദിച്ചു. അതെ, അവളെ വിളിച്ച് കാര്യങ്ങൾ പറയാം. അവളോടാണോ കാര്യങ്ങൾ പറയണ്ടേ? ഒട്ടും ബോധമില്ലേ സുധീഷ് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, ഓ എൻ്റെ പൊന്നോ, ഞാനൊരു പെണ്ണിനെ വിളിക്കുന്ന പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നിങ്ങനെ പതുക്കെ പറയാണ് നിധി കേൾക്കാതെ. പിന്നീട് നിധി പറഞ്ഞു, അതെ പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറ, കവിതയുടെ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറ, നിങ്ങളുടെ ഡിമാൻഡും കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിച്ചെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സുധീഷ് കവിതയുടെ അച്ഛനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ സുധീഷ, ആ മനസ്സിലായി പറഞ്ഞോളാം പറഞ്ഞു. അതെ, ഞങ്ങൾക്ക് കല്യാണത്തിന് സമ്മതമാണ്. സുഭാഷ് ചേട്ടനും കവിതയും തമ്മിലുള്ള വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതം. പിന്നെ നിങ്ങളുടെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിച്ചെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നല്ലൊരു ദിവസം നോക്കി നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. എല്ലാം കേട്ടിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ശരി എന്നാൽ ആയിക്കോട്ടെ, വേണ്ടതുപോലെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. ആ സമയം ഹരീഷ് നികേഷിനോട് പറഞ്ഞു, നീ ഇനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കല്ലേ, ഇവിടെ ഒരു വിവാഹം നടക്കാനായിട്ട് പോവാ, എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കണം. സുനന്ദയുണ്ടല്ലോ, സുനന്ദയുടെ കല്യാണത്തിന് മുമ്പ് തന്നെ സുഭാഷ് ചേട്ടൻ്റെ വിവാഹം നടക്കണം. നിധി പറഞ്ഞു, അങ്ങനെ നമ്മൾ വാശി പിടിക്കുന്നത് ശരിയല്ല. ഒരിക്കലും നമ്മളിത് വാശിപ്പുറത്ത് നടത്തുന്ന ഒരു വിവാഹമല്ല. സുഭാഷ് ചേട്ടൻ്റെ വിവാഹം നടക്കണം, അത്രമാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഹരീഷ് പറഞ്ഞു, എനിക്ക് സുനന്ദയുടെ ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും പക്ഷെ അവരുടെ വീട്ടുകാർ കാണിച്ചതുണ്ടല്ലോ, അത് പെട്ടെന്നൊന്നും നമുക്ക് മറക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞേ, സുഭാഷ് ചേട്ടൻ്റെ മനസ്സിൽ ഒരു കാരണവശാലും വേദന ഉണ്ടായിക്കൂടാ സുനന്ദയുടെ കല്യാണം നടക്കുന്ന സമയത്ത്. അത് കേട്ടപ്പം നിധി പറഞ്ഞു, അത് ശരിയാ, പിന്നെ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടതെന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു, എന്തിന്, പിന്നെ പറയാതെ, അല്ല അങ്ങനെയാണെങ്കിലേ നീ തന്നെ പോയി സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിധിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് അവർ. അതേസമയത്ത് ഭാസ്കരനൊരു പാട്ടൊക്കെ പാടി സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വന്നു. നിധി വന്നിട്ട് പറഞ്ഞു, അച്ഛാ അത് പിന്നെ സുഭാഷ് ചേട്ടൻ്റെ പെൺവീട് കാണാൻ ഞങ്ങൾ പോയായിരുന്നു പറഞ്ഞു. ആ അതിനെന്താ, അല്ല അച്ഛനല്ലേ പറഞ്ഞ് ബ്രോക്കറോട് വരാൻ പറഞ്ഞേ, അപ്പോൾ ആ ബ്രോക്കർ പറഞ്ഞനുസരിച്ചാണ് ഞങ്ങൾ പോയത്. അച്ഛന് മുമ്പ് ആ പെൺകുട്ടിയെ പോയി കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഒരു പ്രാവശ്യം അവിടെ പോയതാന്ന് പറഞ്ഞു. അല്ല അതേത് വീട്ടിലാ? ആറ്റെങ്കിലുള്ള ആ വീട്ടിൽ. ഓ മനസ്സിലായി, അവൻ പോയി വട ഉണ്ടാക്കി കൊടുത്ത വീട്. അല്ലെങ്കിൽ അവൻ്റെ തലയ്ക്കെന്താ ഓളമുണ്ടോ? പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്, പെണ്ണ് കണ്ടിട്ട് തിരികെ പറഞ്ഞു. അതിനെ അവരുടെ അടുക്കളയിൽ കയറി പരിപ്പോടെ ഉണ്ടാക്കുന്നു, എന്തൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം നിധി പറഞ്ഞു, അല്ലച്ചാ അവർക്ക് സുഭാഷേനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ വിവാഹബന്ധത്തിന് അവരൊക്കെ തയ്യാറാന്ന് പറഞ്ഞു. ആ അങ്ങനെയാണ്, നല്ല കാര്യമല്ലേ, നടക്കട്ടെ എന്ന് പറഞ്ഞു. അല്ലച്ചാ അത് പിന്നെ അവർക്കൊരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? അല്ല അത് കാര്യം എന്താ വെച്ചാൽ പറ വെച്ച നീ. അത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷേട്ടൻ ഈ വീട് വിട്ട് വേറെ വീടെടുത്ത് മാറി താമസിക്കണം, വാടക വീട്ടിലേക്ക് മാറണം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു ഭാസ്കരന്. പിന്നീട് നിധി പറഞ്ഞു, ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു നികേഷിന് സമ്മതിക്കാനായിട്ട്, പിന്നെ നികേഷ് സമ്മതിച്ചു. ഹരീഷിനും സുധീഷിനും എല്ലാവർക്കും സമ്മതമാണ്, സുഭാഷയുടെ നല്ലൊരു ജീവിതം ഉണ്ടാകുന്ന കാര്യമല്ലേ, അതുകൊണ്ട് അവർ സമ്മതിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറഞ്ഞാ നല്ലൊരു കാര്യമല്ലേ, കല്യാണം നടക്കാൻ വേണ്ടല്ലേ, അവൻ മാറി താമസിക്കട്ടെ, അതിനെന്താ. അല്ല അച്ഛന് വിഷമമൊന്നുമില്ലേ? എന്തിന്?
അല്ല സുഭാഷ് ചേട്ടൻ വേറെ വീട് മാറുന്നോണ്ട് കല്യാണം കഴിഞ്ഞ് വേറെ വീട് മാറ്റണമെങ്കിൽ എന്തിനാ വിഷമിക്കണേ? കല്യാണം കഴിയുമ്പോഴേക്കും ഇങ്ങനെയാ. അതെ ഇപ്പം അവൻ മാറും, സുഭാഷ് മാറും, പിന്നീട് നീ മാറും, സുധീഷ് മാറും, പിന്നെ അവനുണ്ടല്ലോ ഹരീഷ്, അവൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവനും മാറിപ്പോ. പിന്നെ ഏറ്റവും ഇളയൊരുത്തനുണ്ടല്ലോ അവനും ചിലപ്പോൾ വീട് വിട്ട് പോയെന്ന് വരും. അതെല്ലാം കേട്ടിപ്പോൾ നിധി പറഞ്ഞു, അല്ല എല്ലാവരും ഈ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പം അച്ഛൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എൻ്റെ കാര്യമോ? എൻ്റെ കാര്യം ഓർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട. അല്ല ഈ നാട്ടിൽ മൊത്തം പറഞ്ഞു കേട്ടിട്ടില്ലേ ഭാസ്കരൻ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ താമസിപ്പിച്ചു അങ്ങനെ എങ്ങനെയാന്നൊക്കെ. ഇതുവരെയായിട്ട് നീ ഇതിനെക്കുറിച്ചൊന്നും കേട്ടില്ലേന്ന് ചോദിച്ചു. നിധി ഒരു അമ്പരപ്പോടുകൂടി നോക്കണം. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ദേ ഒരു പെണ്ണിനെയും കുളിച്ച് വിളിച്ചുകൊണ്ട് വരും. പിന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ? ഞാൻ ഒരു കല്യാണം അങ്ങോട്ട് കഴിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നിധി ഒരു അമ്പരപ്പോടുകൂടി ഭാസ്കരനെ നോക്കണം. ഭാസ്കരൻ നല്ല കൂളായിട്ടാണ് പറയണേ. നിധി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ വീണ്ടും പാട്ടൊക്കെ പാടിയിരിക്കണം. എന്നാലും നിധി ആലോചിച്ചു, ദൈവമേ ചെന്ന് പറയാൻ പോയി താൻ ആരായിപ്പോയി, വെറും മണ്ടിയായിപ്പോയി. അച്ഛൻ ഭയങ്കര കൂളാണല്ലോ എന്നൊക്കെ നിധിയുടെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞപ്പോൾ സുഭാഷ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ്. ആ സമയം സുഭാഷിനെ പിടിച്ചോട്ടെ കസാലിരുത്തി സുധീഷ് എന്നിട്ട് പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താടാ അത്ര കാര്യമായിട്ട്? അത് പിന്നെ ഉണ്ടല്ലോ ആ ആറ്റിങ്ങൽ ഒരു പെണ്ണ് കാണാൻ പോയില്ലായിരുന്നോ സുഭാഷ് ചേട്ടൻ? ഇത് ആറ്റിങ്ങല്ലോ? അതേത്? ഓ ഒക്കെ മറന്നതുപോലെ ആ വട ഉണ്ടാക്കി കൊടുത്തില്ല സുഭാഷ് ചേട്ടൻ അടുക്കള കയറി. ഓ ഇപ്പം മനസ്സിലായി. അല്ല എന്താടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചോ? അവർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇവിടെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹരീഷ് ഓർത്തു, ഇവനെന്താ പുതിയൊരു കഥ ഉണ്ടാക്കണേ എന്നൊരു ചിന്തയായിരുന്നു. അപ്പോഴേ ഹരീഷ് സുധീഷിനെ അങ്ങ് നോക്കി. സുധീഷ് കണ്ണടച്ച് കാണിച്ചു, അവരെന്തിനാണ് ഇവിടെ വരുന്നേ? അത് പിന്നെ ഉണ്ടല്ലോ ആ ബ്രോക്കറിനെ അച്ഛൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഭാഷേൻ്റെ കല്യാണം ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. നല്ല ആലോചന എന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആറ്റിങ്ങിലുള്ള ആ കവിത എന്ന് പറയുന്ന ആ പെങ്കൊച്ചില്ലേ, അവളുടെ കല്യാണം കഴിഞ്ഞില്ല. ബ്രോക്കർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ അവർക്ക് സമ്മതക്കുറവൊന്നുമില്ല. അവർ വീണ്ടും വന്നു ഇവിടെ ആലോചനയായിട്ട്. അല്ല സുഭാഷേണ്ണല്ലേ പറഞ്ഞേ അവർക്ക് ഇഷ്ടമൊന്നുമില്ലാന്ന്? പക്ഷെ അവർക്ക് ഇഷ്ടമാണല്ലോ. അവർ ബ്രോക്കറോട് പറഞ്ഞു പോലും ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന്. പിന്നെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ താല്പര്യമായിരുന്നു പറഞ്ഞു. ഇല്ല എന്നാലും അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഇനി ഒന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, അവർക്ക് ഇഷ്ടപ്പെട്ടല്ലേ. പിന്നെ സുഭാഷേണ് എന്താ പ്രശ്നം? സുഭാഷിൻ്റെ മനസ്സിലേക്ക് പല കാര്യങ്ങളും വരുവാണ്. താൻ വീട് വിട്ട് വേറെ മാറി താമസിക്കണമെന്ന് പറഞ്ഞൊക്കെ അതെങ്ങനെ ശരിയാവും? അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അല്ലടാ അവർക്ക് സമ്മതമല്ലല്ലോ ഈ വിവാഹത്തിന്. ആര് പറഞ്ഞു സുഭാഷേനോട്? അവർക്ക് സമ്മതമൊക്കെ തന്നെയാ, സുഭാഷിയുടെ സമ്മതിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. നല്ല പെൺകുട്ടിയാ, നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയാ, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സുഭാഷ് പറഞ്ഞു, എടാ അത് വേണോന്ന് ചോദിച്ചു. നികേഷ് പറഞ്ഞു, സുഭാഷേട്ടൻ നല്ലൊരു ജീവിതം കിട്ടുന്നതല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ എന്നാണെങ്കിലും കല്യാണം നടക്കണം. പിന്നെ സുഭാഷേട്ടൻ എന്തിനാ മാറി നിൽക്കുന്നേ? ഈ കല്യാണം തന്നെ അങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ് സുഭാഷേട്ടൻ കല്യാണം കഴിക്കുന്നതിലെന്ന് പറഞ്ഞു. പക്ഷേ സുഭാഷിന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ഇനി അവരവരുടെ ഡിമാൻഡ് മാറ്റുമോ മറ്റോ ചെയ്തോ, അതോ ഇനി വേറെ എന്തെങ്കിലും കാരണമാണോ എന്നൊന്നും അറിയില്ല. അവർ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ കാരണം എന്താ? നിധി വീട്ടിലുള്ളതുകൊണ്ടാണോ? പക്ഷേ എങ്കിൽ ആ ഡിമാൻഡിനെ കുറിച്ചൊന്നും പറയാൻ തയ്യാറായില്ല സുധീഷൊന്നും. കാരണം അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷ് ഒരു കാരണവശാലും ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് അവർക്കറിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സുധീഷ് പുറത്തു വന്നിരിക്കുകയാണ് സിറ്റൗട്ടിൽ. ആ സമയം സുധീഷ് നന്നായിട്ട് കൊതുക് കുത്തുന്നുണ്ടായിരുന്നു. ആ സമയം നിധി അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു സ്പ്രേ അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അതെ കൊതുക് കുത്തുമ്പോൾ ഇതടിച്ചാൽ മതി, പിന്നെ കൊതുക് കുത്തത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷിൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. മുമ്പ് നിധി ആ കൊതുക് കുത്തിയ സമയത്ത് താൻ കൊണ്ടേ കൊടുത്താണ്. അപ്പോൾ ഇവൾക്ക് തന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. സുധീഷ് പറഞ്ഞു, മഴ പെയ്യുന്ന ലക്ഷണം കാണുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു. അത് ശരിയാ, മഴ പെയ്യും തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ അത്ര മഴ എന്താണെന്ന് തക്കലയിലില്ലാന്ന് പറഞ്ഞു. അതെന്താ തക്കലെ വരുമ്പോൾ മഴ പെയ്യാതെ അവിടെ നിൽക്കുമെന്ന് ചോദിച്ചു. അതും പറഞ്ഞു ഒന്ന് രണ്ടും പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ഒടുവിൽ നിധി പറഞ്ഞു, അയ്യോ തർക്കിക്കാൻ ഞാനില്ലേ, അതെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു. എന്ത്? അല്ല സുഭാഷിയുടെ കല്യാണം നടത്തിയെന്ന് വെച്ചോ, സുഭാഷിയുടെ കല്യാണം നടത്തി കഴിയുമ്പോൾ ഇനി പ്രശ്നമാവില്ലേ? സുഭാഷിയുടെ സത്യങ്ങളൊക്കെ അറിയില്ലേ? ആ പെണ്ണ് പറയില്ലേ വീട് മാറണമെന്ന്, അപ്പം എന്ത് ചെയ്യും? സുധീഷ് പറഞ്ഞു, അതൊരു പ്രശ്നം തന്നെയാണ്, പോയിന്റ് തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കല്യാണം കഴിഞ്ഞ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതെന്താ? കല്യാണം കഴിഞ്ഞ പിന്നെ സുഭാഷേണ്ണ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. മാറാൻ പറഞ്ഞാൽ മാറാനല്ലേ പറ്റുള്ളൂ. താലി കെട്ടിപ്പോയില്ലേ, അതുകൊണ്ട് സുഭാഷേട്ടൻ മാറിക്കോളും. ആ ഒരു ധൈര്യത്തിലാണ് ഞാനിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇത് പറഞ്ഞു, നമ്മൾ ചതിയല്ലേ സുഭാഷേട്ടനോട് ചെയ്യുന്നേ, ചതിയൊക്കെ തന്നെയാണ്, പക്ഷെ ഒരു നല്ല കാര്യത്തിന് വേണ്ടല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. പിന്നീട് നീതി ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല ഇപ്പം സുഭാഷേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത സുധീഷിൻ്റെ ആയിരിക്കില്ലേ? എൻ്റെയോ? പിന്നല്ലാതെ സുധീഷിൻ്റെ കല്യാണം കഴിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ശരിയാകത്തില്ല, നമ്മൾ രണ്ടും കൂടി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് ശരിയാകത്തില്ല, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഒരു കാര്യം ചെയ്യാം, തക്കലെക്കുറിച്ച് പറ, ഞാൻ നമ്മുടെ നാട്ടിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് തർക്കിക്കാം, ഏത് നാടാണ് നല്ലതെന്ന് നോക്കാമെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, തൽക്കാലം തർക്കിക്കാനുള്ള മൂടല്ല ഞാൻ,
ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. സുധീഷ് ഓർത്തു, എൻ്റെ ദൈവമേ, ഇവൾക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കല്യാണക്കാരി മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മനുഷ്യൻ നിൽക്കുക. അപ്പോഴാണ് എങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് സുധീഷ് പിന്നെ അവിടെ ഇരിക്കുകയാണ്. പിന്നീട് നിധി അകത്തേക്ക് വരിക. ആ സമയത്ത് സുഭാഷ് അടുക്കള ഒരു പാട്ടൊക്കെ വെച്ചിട്ട് തിരക്കിട്ട പണിയിലായിരുന്നു. നിധി അങ്ങോട്ട് ചെന്നു. ഇതെന്താ പതിവിലും പേരിയത് പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കണേ? ഒന്നുമില്ല നിധി എന്ന് പറഞ്ഞു. അല്ല എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്നൊക്കെ ആലോചിക്കുമായിരുന്നു. സുഭാഷിൻ്റെ മനസ്സിൽ കവിതയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ആ സമയത്ത്. കവിത പറഞ്ഞതാണ് തനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്ന്. പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ? കവിതയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അവളെ. പക്ഷെ പെട്ടെന്ന് ഇവർ പറയുന്നു അവർക്ക് കല്യാണത്തിന് എതിർപ്പൊന്നുമില്ലാന്ന്. അതിൻ്റെ കാരണം അറിയില്ല. അപ്പോഴാണ് നിധി വന്ന് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, അത് പിന്നെ ഞാൻ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെ? സുനന്ദയുടെ കല്യാണത്തെക്കുറിച്ചാണോ എന്ന് ചോദിച്ചു. ഇല്ല, അവൾക്ക് നല്ലത് പറഞ്ഞെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ സുഭാഷേനെ എന്തിനാ ടെൻഷൻ അടിക്കണേ? അല്ല എന്നാലും അവരുടെ വീട്ടുകാരെങ്ങനെ സമ്മതിച്ചെന്ന് എനിക്കറിയില്ലാതെ. അത് പിന്നെ സുഭാഷേട്ടൻ അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ. സുഭാഷേട്ടൻ നല്ലൊരു ചെക്കനാന്ന് അവർക്കറിയാം. അവർ ആൾക്കാരോടൊക്കെ ചോദിച്ചു കാണുമല്ലോ. എന്നാലും അതല്ല. പിന്നെന്താ സുഭാഷേട്ടാ, അത് അവർക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. കവിതയും കൂടി ഞാൻ വേറെ വീട്ടിൽ മാറി താമസിക്കണം എന്നുള്ളത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം മാറ്റാൻ കാരണം എന്താ? അത് കേട്ടപ്പം നിധിക്കാകപ്പെട്ട ടെൻഷനായി. പാവ സുഭാഷേൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. നിധി പറഞ്ഞു, അത് പിന്നെ ഇപ്പം അവർക്ക് തോന്നിക്കാണുമായിരിക്കും അത് ശരിയല്ലാന്ന്, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, അല്ലെങ്കിലും എനിക്കൊരിക്കലും അങ്ങനെ മാറി താമസിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു വിവാഹബന്ധം ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് മാത്രമേ ഈ ബന്ധം ഞാൻ വേണ്ടാന്ന് വെച്ചത്. കാര്യം പെൺകുട്ടീനെയൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ എൻ്റെ അനുജന്മാരെയൊക്കെ മറന്നിട്ട് എൻ്റെ അച്ഛനെ മറന്നിട്ട് എനിക്ക് തനിച്ചു പോയി താമസിക്കാൻ പറ്റില്ല. നികേഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മകനെപ്പോലെ തന്നെയാണ്. അവനെയൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഞാൻ പോകുമോ? ഒരിക്കലും ഇല്ല. ഈ വീട് വിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ജീവനില്ല എന്ന് പറഞ്ഞു. എനിക്ക് സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞു. പാവം ഒന്നും അറിയത്തില്ലാത്ത സുഭാഷേട്ടനോടാണല്ലോ ഈ ചതി ചെയ്യുന്നതെന്ന് ഓർത്തിട്ട്. കല്യാണം കഴിയുമ്പോൾ സത്യങ്ങളൊക്കെ സുഭാഷേട്ടനെ അറിയും. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും അത്. അങ്ങനെ അന്നത്തെ ഒരു രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം സുഭാഷ് ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് നികേഷ് ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. നികേഷിൻ്റെ മുഖത്ത് ഒരു സന്തോഷം കാര്യങ്ങളൊന്നുമില്ല. സുഭാഷ് എന്നിട്ട് ചോദിച്ചു, എന്താടാ നിനക്കത് എന്ത് പറ്റി? നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ? ഒന്നുമില്ല. നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലെന്ന് ചോദിച്ചു. ഉറങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ എന്താടാ കാര്യം എന്താ? ഒന്നുമില്ല എന്ന് പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറുവാണ്. സുഭാഷിന് ചില സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ എങ്കിൽ അപ്പോഴേക്കും സുധീഷ് വന്ന് നികേഷിനോട് പറഞ്ഞു, എടാ വെറുതെ ഉറക്കം തൂങ്ങിയിരിക്കാതെ എഴുന്നേറ്റ് പോടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്ന് ലഘൂകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സുഭാഷിന് പിന്നെ ജോലിക്ക് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും നികേഷിനോട് പറഞ്ഞു, എടാ നീ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ സുഭാഷേണ്ട സത്യങ്ങളൊക്കെ അറിയിക്കുന്ന ലക്ഷണമുണ്ടല്ലോ. കല്യാണം അങ്ങനെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഭാഷിനോട് നികേഷിനോട് ദേഷ്യപ്പെടുവാണ്. പാവം നികേഷ് സങ്കടപ്പെട്ടിരിക്കുക. കാരണം കല്യാണം കഴിഞ്ഞ് സുഭാഷേട്ടൻ പോയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു നികേഷിന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.